ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളി ലിത്യം ബാറ്ററി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജിയോൻ്റെ 25.6 വോൾട്ട് വരുന്ന ലിത്യം ബാറ്ററിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മുമ്പ് 150Hൻ്റെ 2 ബാറ്ററിയാണ്. 24 വോൾട്ട് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം ഒഴിക്കണം, പിടിക്കണം, അത് സ്മെല്ല് കാര്യങ്ങൾ, പിന്നെ മാർബിൾ വീണ് കഴിഞ്ഞാൽ മാർബിൾ കംപ്ലൈൻറ്റ്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് മാർബിൾ പ്രശ്നം ഈ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ വില കുറച്ച് കൂടുതലാണെങ്കിലും പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ലിത്യം ബാറ്ററി. മറ്റത് നമ്മൾ വില കുറവാണെങ്കിലും പിന്നെ ബാറ്ററി വാട്ടർ, പിന്നെ അത് സർവീസ് ചാർജ്, അങ്ങനെ ഒരുപാട് ചിലവുകൾ വരും. അപ്പോൾ ഇത് ലിത്യം ബാറ്ററിക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു വാറണ്ടി കാർഡ് കിട്ടുക. വാറണ്ടി കാർഡ് സൂക്ഷിച്ച് വെക്കുക. പിന്നെ 2 കണക്ടറാണ് വരുന്നത്. നെഗറ്റീവും പോസിറ്റീവും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ട്രോളിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ കണക്ഷനും MPPTയും ഇൻവെർട്ടറൊക്കെ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് എല്ലാ ഏച്ചും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾ നമ്മളെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ബാറ്ററിയും കാര്യങ്ങളും, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെ കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ MPPTയും ഇൻവെർട്ടർ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ഇൻവെർട്ടറിലും കൊടുക്കാൻ പറ്റുന്ന ലിത്യം ബാറ്ററിയാണ്. അത് സോളാർ ആയിക്കോട്ടെ, സാധാ ഇൻവെർട്ടർ ആയിക്കോട്ടെ, ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ചില കമ്പനിക്കാർ ഇറക്കിയിട്ടുണ്ട് അവർ ഇൻവെർട്ടറിനെ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾ പറയും പിന്നെ നമുക്ക് സോളാറിൽ കൊടുക്കാൻ പറ്റില്ല, ഇത് വെറും ഇൻവെർട്ടറിന് മാത്രമേ കൊടുക്കാൻ പറ്റും. നമ്മൾ ഏതിലും കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2 ലെഡ് ആസിഡ് ബാറ്ററി 150H കളഞ്ഞിട്ടാണ് ഈ ലിത്യം ബാറ്ററി വെച്ചത്. ഓക്കെ.